നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ സർക്കാർ ജോലി ലഭിക്കാനുള്ള ഒരു വമ്പൻ അവസരം വന്നിരിക്കുന്നു. കേരളത്തിലുള്ളവർക്കും പ്രവാസികൾക്കും അവസരമുണ്ട്. ദുബായിൽ വിവിധ സർക്കാർ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA, ദുബായ് അക്കാദമിക് ഹെൽത്ത് കോർപ്പറേഷൻ, ദുബായ് വിമൻ എസ്റ്റാബ്ലിഷ്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മുഹമ്മദ് ബിൻ റാഷിദ് സ്കൂൾ ഓഫ് ഗവൺമെന്റ് തുടങ്ങിയ മേഖലകളിലാണ് പ്രൊഫഷണലുകളെയും ഉയർന്ന വൈദഗ്ധ്യമുള്ള വ്യക്തികളെയും നിയമിക്കാൻ ദുബായ് സർക്കാർ ശ്രമം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൊഫഷണലുകളെയും ഉയർന്ന വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികളെയുമാണ് കമ്പനികൾ തേടുന്നത്. ജോലിയുടെ സ്വഭാവമനുസരിച്ച് 10,000 ദിർഹം മുതൽ 50,000 ദിർഹം വരെ ശമ്പളം ലഭിക്കുന്നുണ്ട്. സ്ഥാപനം ദുബായ് അക്കാദമിക് ഹെൽത്ത് കോർപ്പറേഷൻ. യോഗ്യത അംഗീകൃത ഫെലോഷിപ്പ്, ബോർഡ് അല്ലെങ്കിൽ തത്തുല്യമായ അംഗീകൃത മെഡിക്കൽ സ്കൂളിൽ നിന്നുള്ള ബിരുദമാണ്. ശമ്പളം 40,000 ദിർഹം മുതൽ 50,000 ദിർഹം വരെ. റേഡിയോഗ്രാഫറുടെ ഒഴിവുകൾ ദുബായ് അക്കാദമിക് ഹെൽത്ത് കെയർ കോർപ്പറേഷനിലാണ്. യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് റേഡിയോഗ്രാഫിയിൽ ബിരുദമോ ഉയർന്ന ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ശമ്പളം 10,000 ദിർഹം. മൾട്ടിമീഡിയ സ്പെഷ്യലിസ്റ്റ് തസ്തിക മുഹമ്മദ് ബിൻ റാഷിദ് സ്കൂൾ ഓഫ് ഗവൺമെന്റിലാണ് ഉള്ളത്. യോഗ്യത ഫിലിം സ്റ്റഡീസ്, ഛായാഗ്രഹണം, മൾട്ടിമീഡിയ, ഡിജിറ്റൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അനുബന്ധ മേഖലകളിൽ ബിരുദമാണ്. അനുബന്ധ മേഖലകളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അധിക യോഗ്യത ഉണ്ടായിരിക്കും. ശമ്പളം 10,000 മുതൽ 20,000 ദിർഹം വരെ. ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ തസ്തികയിലേക്ക് മുഹമ്മദ് ബിൻ റാഷിദ് സ്കൂൾ ഓഫ് ഗവൺമെന്റ് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. യോഗ്യത ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, സാങ്കേതിക വിദ്യ തുടങ്ങിയ പ്രസക്തമായ മേഖലയിൽ ബിരുദമാണ്. മാസ്റ്റർ ബിരുദം അഭികാമ്യമാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈനിൽ 5 വർഷത്തെ പരിചയം ആവശ്യമാണ്. ശമ്പളം 10,000 മുതൽ 20,000 വരെ. ചീഫ് സിസ്റ്റംസ് ഓഫീസറുടെ ഒഴിവ് ദുബായ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. യോഗ്യത ബാച്ചിലേഴ്സ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായ 8 വർഷത്തെ പരിചയം, അതുമല്ലെങ്കിൽ പ്രസക്തമായ മേഖലകളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 4 വർഷത്തെ പരിചയം ആവശ്യമാണ്. ചീഫ് ബിസിനസ് കണ്ടിന്യൂറ്റി സ്പെഷ്യലിസ്റ്റിന്റെ ഒഴിവുകൾ ദുബായ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് 16 വർഷത്തെ പരിചയം ആവശ്യം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് 8 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിച്ചിട്ടുള്ളത്. സമാനമായ തൊഴിൽ മേഖലകളിൽ PhD ഉള്ളവർക്ക് 6 വർഷത്തെ പ്രവൃത്തി പരിചയമേ ആവശ്യമുള്ളൂ. സീനിയർ IT ഓഡിറ്റർ, ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയിലാണ് തസ്തിക ഒഴിവുകളുള്ളത്. ആവശ്യകതകൾ കമ്പ്യൂട്ടർ സയൻസിൽ ബാച്ചിലേഴ്സ് ബിരുദമാണ്, അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ഓഡിറ്റർ, ഫിനാൻഷ്യൽ ഓഡിറ്റ് അതോറിറ്റിയിലാണ് തസ്തികകൾ ഒഴിവുള്ളത്. യോഗ്യത അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിനാൻസിൽ ബാച്ചിലേഴ്സ് ബിരുദമാണ്. ചീഫ് സ്പെഷ്യലിസ്റ്റിന്റെ ഒഴിവുകളുള്ളത് എന്റർപ്രൈസ് ആർക്കിടെക്ചറിലാണ്. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. IT, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് ആവശ്യം. ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ റാഷിദ ഹോസ്പിറ്റലിലാണ്. യോഗ്യത ബാച്ചിലേഴ്സ് ബിരുദം. ഫിറ്റ്നസ് സൂപ്പർവൈസർ ദുബായ് വിമൻ എസ്റ്റാബ്ലിഷ്മെന്റിലാണ്. ദുബായ് ലൈസൻസിംഗ് എക്സ്പോർട്ടിന്റെ ഒഴിവുകളുള്ളത് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ്. ചീഫ് എഞ്ചിനീയർ ഒഴിവുകളുള്ളത് അർബൻ പ്ലാനിംഗ് ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. സീനിയർ എഞ്ചിനീയർ കോർപ്പറേറ്റ് സെക്യൂരിറ്റി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. സീനിയർ ഇന്റേണൽ ഓഡിറ്റർ സ്പെഷ്യാലിറ്റി ഓഡിറ്റ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിൽ ഒഴിവുകളുണ്ട്. പ്രോജക്ട് മാനേജർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് വിളിച്ചിട്ടുള്ളത്. സീനിയർ ഇന്റേണൽ ഓഡിറ്റർ ഓപ്പറേഷൻസ് ആൻഡ് കോർപ്പറേറ്റ് ഓഡിറ്റ് സപ്പോർട്ട് ഓഡിറ്റ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. സീനിയർ സ്പെഷ്യലിസ്റ്റ് ക്വാളിറ്റി ഹെൽത്ത് സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി ഓഫീസ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. ചീഫ് സ്പെഷ്യലിസ്റ്റിന്റെ ഒഴിവുകൾ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ്. ഡാറ്റ മാനേജ്മെന്റിലാണ് ഒഴിവുകളുള്ളത്. ചീഫ് സ്പെഷ്യലിസ്റ്റ് സർവീസസ് അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലാണ് ഒഴിവുകളുള്ളത്. UAE-യിൽ പോലും പ്രാദേശിക ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാരിൽ വലിയൊരു വിഭാഗം വിദഗ്ധരും അവിദഗ്ധരുമായ വിദേശ തൊഴിലാളികളാണ്. ഇവിടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവസരം ലഭിക്കുന്നത്. ഈ അവസരം മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.